ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കമെന്ന നിലയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം വളരെ വിപുലമായിട്ടുള്ള കരുത്ത് കാട്ടുന്ന പരേഡിനും നമുക്ക് അല്പസമയത്തിനകം തന്നെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി ഇപ്പോൾ ചെങ്കോട്ടയിലേക്ക് എത്തിയിരിക്കുകയാണ്. सेना पुलिस कमान गार्ड जनरल सलामत चत सेना पुलिस कमान गार्ड अद्दार सेना पुलिस समान गार्ड परीक्षण के लिए हजरत हिम्मत. The overall commander of the Prime Minister's Guard of Honor informing the Prime Minister that the Guard is ready and requesting him to inspect the Guard of Honor. The band position there will strike up a slow march during the inspection. The inspection of the Guard of Honor complete, the Prime Minister will now move towards the ramparts of the Red Fort, passing through the Lahori Gate. അല്പസമയത്തിനകം തന്നെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കും. നമുക്ക് അപ്പോൾ അതിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വീണ്ടും അതിഥിയിലേക്ക് പോവുകയാണ്. കമാൻഡോ PV മനീഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. കമാൻഡോ, താങ്കളെപ്പോലുള്ള സൈനികരെ കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയ ആദരവും അതിനപ്പുറം വലിയ അതിശയവുമാണ് തോന്നാറുള്ളത് എപ്പോഴും. അതായത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരവർക്ക് അവരവരുടെ ജീവനും ജീവിതത്തിനും അപ്പുറവുമായി ഒന്നിനെയും വിലമതിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ താങ്കളെപ്പോലെയുള്ള സൈനികർക്ക് മാത്രമാണ് സ്വന്തം ജീവനും ജീവിതവും സുരക്ഷയും ഒക്കെ രണ്ടാമത് വെച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നിലകൊള്ളാനും പോരാടാനും ഒക്കെ സാധിക്കുന്നത്. ഇപ്പോൾ ഈ മുംബൈ ഭീകരാക്രമണ ഓപ്പറേഷനിൽ താങ്കളുടെ തലയിൽ ഗ്രനേഡ് തറയ്ക്കുന്ന ഒരു ദുരനുഭവം ഉണ്ടായി. അതിനുശേഷം ഒരു വശം പാരലൈസ്ഡ് ആയി പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടും താങ്കളുടെ ആത്മവീര്യത്തെ തെല്ലുപോലും അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഒരുപാട് യുവാക്കൾക്ക് പ്രചോദനമായി മാറാൻ സാധിച്ചു താങ്കൾക്ക് സേനയിലേക്ക് എത്താൻ എന്നുള്ളത്. താങ്കളുടെ ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു ഈ NSGയുടെ ഒരു ഭാഗമാകാൻ? NSGയുടെ ഒരു ഭാഗം എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് വെച്ചാൽ ഒരു വാക്കാണ്. ആ വാക്ക് ഞാൻ സൈന്യത്തിൽ ചേരുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായ ഒരു വാക്കാണ്. കാരണം എനിക്ക് സൈന്യത്തിൽ ചേരാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കിട്ടി. യാദൃശ്ചികമായിട്ടാണ് സൈന്യത്തിൽ ചേരുന്നത്. അപ്പോൾ ആ സൈന്യത്തിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് സൈന്യത്തിൽ ചേരാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് സൈന്യത്തിൽ ചേരരുത്, സൈന്യത്തിലായാൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഗൾഫിൽ പോയാൽ മതി,
എന്ന് പറഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായിട്ട് ആ രണ്ട് പരിരക്ഷ, ഒന്ന് സൈന്യത്തിൽ പോകണോ അല്ലെങ്കിൽ വിദേശത്ത് പോകണോ എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരനുഭവം എന്നിലുണ്ടായപ്പോൾ അത് ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഞാൻ എൻ്റെ ഒരു റോൾ മോഡലായി കാണുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിയെ, ഒരു MT ഹരീന്ദ്രൻ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഹരിയേട്ടാ, വിദേശത്ത് പോകണമെന്നാണോ നല്ലത് അല്ലെങ്കിൽ സൈന്യത്തിൽ ചേരുന്നതാണോ നല്ലത്? അദ്ദേഹത്തിൻ്റെ വാക്കുണ്ട്, ആ ഒരു വാക്ക് വിലമതിക്കാനാവാത്ത വാക്കാണ്. ആ വാക്ക് അദ്ദേഹം പറഞ്ഞത്, 100 ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 ദിവസം പുലി പോലെ അല്ലെങ്കിൽ നരി പോലെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നീ വേറൊരു സ്ഥലത്ത് പോയി കുറേ പൈസ സമ്പാദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ജീവിതം അർത്ഥവത്താക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നീ സൈന്യത്തിൽ തന്നെയാണ് ചേരേണ്ടതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു വാക്കാണ് എന്നെ ഈ ജീവിതത്തിൽ ഇന്നും പ്രചോദനമായി എൻ്റെ കൂടെ നിൽക്കുന്നത്. ആ വാക്കുകൾ എടുത്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ ഭാഗവാക്കാവാൻ പറ്റിയതിലും ഈ പ്രവൃത്തി ചെയ്താൻ വേണ്ടി സാധിച്ചതിലും അഭിമാനമുണ്ട്. ആ ചെയ്തപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ അദ്ദേഹം എന്ന് പറഞ്ഞ വാക്കുകൾ പോലെ എന്നെ എല്ലാവരും തിരിച്ചറിയുന്നു. എനിക്ക് എല്ലാവിധ സ്നേഹവും ആദരവും കിട്ടുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. യെസ്, വളരെ നന്ദി കമാൻഡോ PV മനേഷ് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. ഇപ്പോൾ ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ തത്സമയത്തിലേക്കാണ് കടക്കുന്നത്. लाल रंग का ये प्राचीन मंदिर जिसमें पक्षियों का एक अस्पताल भी है। इसी जैन मंदिर के साथ जरा सा आगे बढ़ने पर प्राचीन गौरी शंकर मंदिर है। गौरी शंकर मंदिर और लाल किले के बाईं ओर सामने भोजला पहाड़ी पर ऐतिहासिक लाल पत्थर से बनी जामा मस्जिद, त्याग, बलिदान और श्रद्धा का प्रतीक गुरुद्वारा सीसगंज, जिसके सुनहरे गुंबद दूर से ही चमकते हैं। सर्व धर्म संभाव का विचार भारत के मूल में है और इस इलाके में आर्य समाज मंदिर भी है और सेंट्रल बैप्टिस्ट चर्च भी, भले ही वो कैमरे की नज़र से दूर हैं लेकिन हैं यहीं इसी इलाके में मौजूद। और ये विशिष्ट दीर्घा जहां केंद्रीय मंत्री, सेना के अध्यक्ष, सैन्य अधिकारी, गणमान्य व्यक्ति